ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് റദ്ദാക്കൽ അവിടത്തെ തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് പ്രതിപക്ഷമുള്ളത്. ഓരോ ബൂത്തിലും കുറഞ്ഞത് 10 പേരുടെയെങ്കിലും വോട്ട് റദ്ദായി എന്നാണ് പ്രതിപക്ഷത്തിന്റെ വിലയിരുത്തൽ. ഒന്നിന് പിന്നാലെ മറ്റൊന്നായി വോട്ട് റദ്ദാക്കൽ നടപടി ബീഹാറിൽ പുറത്തുവരികയാണ്. ന്യൂനപക്ഷ വിഭാഗം കൂടുതലുള്ള പ്രദേശങ്ങളിലും നിരവധി വോട്ട് റദ്ദാക്കൽ മീഡിയ വൺ സംഘം കണ്ടെത്തിയിരുന്നു. സമസ്തിപൂരിൽ നിന്നുള്ള ഗ്രൗണ്ട് റിപ്പോർട്ടിലേക്ക്. പിന്നോക്ക ദളിത് മഹാദളിത് വിഭാഗങ്ങളുടെ വോട്ട് റദ്ദാക്കലാണ് കഴിഞ്ഞ ദിവസങ്ങളായി പുറത്തു വന്നത്. എന്നാൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർ കൂടുതലായി താമസിക്കുന്ന പ്രദേശങ്ങളിലും നിരവധി വോട്ട് റദ്ദാക്കൽ മീഡിയ വൺ കണ്ടെത്തി. കരട് വോട്ടർ പട്ടികയിൽ നിന്നും പേര് ഒഴിവാക്കപ്പെട്ടതോടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുശാസിക്കുന്ന രേഖകൾ നൽകിയവരുടെ വോട്ടും പുനഃസ്ഥാപിച്ചില്ല. हाँ, एक बूथ के मिनिमम 5 वोट कट गए जी. इसका रिकॉर्ड है मेरे पास कि 5 वोट कट गए हैं. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാസഖ്യത്തേക്കാൾ 15 സീറ്റ് മാത്രമാണ് NDAക്ക് അധികമുണ്ടായിരുന്നത്. 18 സീറ്റുകളിൽ ജയപരാജയം നിശ്ചയിച്ചത് 6500 വോട്ടിന് താഴെയായിരുന്നു. 356 ബൂത്തുകളുള്ള ഹിൽസയിൽ JDU സ്ഥാനാർത്ഥി ജയിച്ചത് വെറും 12 വോട്ടിന്. ബാർബികയിൽ 251, ബോറയിൽ 462 എന്നിങ്ങനെയൊക്കെയാണ് NDA കടന്നുകൂടിയത്. 214 മുതൽ 356 ബൂത്തുകൾ വരെയാണ് ഓരോ നിയമസഭാ നിയോജക മണ്ഡലത്തിലും ഉള്ളത്. ഒരു ബൂത്തിൽ നിന്നും 1-2 വോട്ടുകൾ റദ്ദാക്കിയാൽ പോലും കഴിഞ്ഞ തവണത്തെ ഫലമനുസരിച്ച് കാതലായ മാറ്റമുണ്ടാക്കാൻ പര്യാപ്തമാണ്. ഡി ധനസുമോദ്, മീഡിയ വൺ, ബീഹാർ. ഡി ധനസുമോദ് തന്നെ വിശദാംശങ്ങളുമായി നമ്മോടൊപ്പം ചേരും. സുമോദ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സൈഫു. സുമോദ്, ഇന്നലെ ദർഭംഗയിലെ ഒരു ബൂത്തിലാണ് സുമോദ് ആദ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ തുടക്കത്തിൽ തന്നെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വോട്ട് ചെയ്ത ആളുകൾ വോട്ട് ചെയ്യാനായി വരുമ്പോൾ വോട്ടില്ലാത്തൊരവസ്ഥ ഇന്നലെ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു ധനസുമോദ്. അപ്പോൾ സുമോദ് ഇപ്പോൾ പറയുന്നത് അനുസരിച്ച് തന്നെ ഒരു ബൂത്തിൽ മിനിമം 10 പേർക്ക് വോട്ട് നഷ്ടമായി എന്ന് പറയുമ്പോൾ എത്ര വലിയൊരു അവസ്ഥയാണ് SIRന് ശേഷം അവിടെ ഉണ്ടായതെന്ന് ആശങ്കയോടെ നോക്കിക്കാണുകയാണ്. അപ്പോൾ ഇങ്ങനെ വോട്ട് വലിയ തോതിൽ നഷ്ടപ്പെട്ടതിന് ശേഷം നടക്കുന്ന ഒരു വോട്ടെടുപ്പിൽ എത്ര വലിയ ആശങ്ക അവിടെ പ്രതിപക്ഷത്തിനുണ്ട്? ഈ പോളിംഗ് പെർസെൻറ്റേജ് കൂടിയതിനെ ഈ വോട്ട് ഇത്രയധികം കട്ടായതുമായി ചേർത്ത് എങ്ങനെ കാണേണ്ടി വരും നമ്മൾ? സിഫു, നമുക്ക് എല്ലാവിധ കക്ഷി രാഷ്ട്രീയങ്ങളും മാറ്റിവെക്കാം. ആദ്യം ഈ വോട്ട് റദ്ദായതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പറയുന്നതിന് മുമ്പ് ഈ ഒരു ഗ്രാമത്തിന്റെ ഒരു സ്ഥിതി നമ്മളൊന്ന് കാണാം. കാര്യം ഈ ബീഹാറിൽ പലപ്പോഴും ഓരോ ഗ്രാമത്തിലും ഓരോ ചേരിയിലും ഓരോ വിഭാഗങ്ങൾ അവർ പ്രത്യേകമാണ് താമസിക്കുന്നത്. അതായത് യാദവ വിഭാഗം താമസിക്കുന്ന ആ ചേരിയിൽ ഒരിക്കലും പാസ്വാൻ വിഭാഗം ഉണ്ടാവില്ല. ആ മറ്റു ഭാഗത്തായിരിക്കും മണ്ഡൽ വിഭാഗം ഉണ്ടാകുക. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു യാദവ ഏരിയയിലാണ്. കാര്യം ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗം എന്ന് പറയുന്നത് ഈ കാലി വളർത്തൽ, കൃഷി തുടങ്ങിയ കാര്യങ്ങളാണ് ഉള്ളത്. ഇവിടെയാണ് ഇപ്പോൾ എത്രത്തോളം ഒരു വോട്ട് ഇവർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളൊരു കാര്യം നമ്മൾ അന്വേഷിക്കുന്നത്. ഇതിൽ നമ്മളിപ്പോൾ ഒരാളെ നമ്മളിവിടെ ഒരു കണ്ടെത്തിയിരുന്നു. അപ്പോൾ അവിടെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് വെച്ചാൽ ഇപ്പോൾ വോട്ട് റദ്ദാക്കി എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ്. കാര്യം ഇന്നലെ നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ചാണെങ്കിൽ ഒരു ബൂത്തിൽ നിന്നും 5 വോട്ടെങ്കിലും മിനിമം റദ്ദാക്കി എന്നുള്ള ഒരു വിവരമാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഈ 5 വോട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പോൾ പല ബൂത്തുകളിലും കഴിഞ്ഞ പ്രാവശ്യം പല നിയോജക മണ്ഡലങ്ങളിലും JDU സ്ഥാനാർത്ഥികൾ, BJP സ്ഥാനാർത്ഥികൾ വിജയിച്ചത് കേവലം 500 വോട്ടിന് താഴെയായിരുന്നു. അതിൽ ഒരു 12 വോട്ടിന് താഴെ പോലും ജയിച്ച ആളുണ്ട്. ഇദ്ദേഹത്തോട് നമുക്ക് നേരത്തെ സംസാരിക്കായിരുന്നു. आपका नाम क्या है? राकेश मंडल. राकेश मंडल, वोट दे दिया? हम वोट गिराने गए, बुझ गया कि ये फलना आदमी का आदमी है, इसीलिए हमको वोट नहीं गिरवाने दिया. कजा भागो, बंद हो गया. രാകേഷ് ബൂത്തിൽ ചെന്നിരുന്നു. പക്ഷേ രാകേഷിന് വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. രാകേഷ് കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നത് എല്ലാവിധത്തിലുള്ള രേഖകളുമായിട്ടാണ്, ഈ പർച്ചി എന്ന് പറയും, ഈ ഒരു രസീതുമായിട്ടാണ് രാകേഷ് വോട്ട് ചെയ്യാൻ ചെന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് വോട്ട് ചെയ്യാൻ കഴിയാതിരുന്നത് എന്നുള്ളൊരു കാര്യമാണ് രാകേഷ് പറയുന്നത്. ക്യാ ബോൾത്തി ഉദർ हमको बोलता है कि जब ये लाइन लगा हुआ था तो हमको एगो बोला कि है बाबू थोड़ा पानी लेके आओ जो यहाँ गिरा
तो नहीं मिला हमको पानी, तो जाके वहाँ से लाए बोतल खरीद के। അതായത് ഇദ്ദേഹത്തിനോട് വോട്ട് ചെയ്യാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു നിങ്ങൾ കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ വെള്ളമെടുത്ത് കുറെ ദൂരെ പോകേണ്ടി വന്നു. അതേ പോലീസുകാരാണ് പറയുന്നത്, അല്ലെങ്കിൽ ഈ സുരക്ഷാ ഭടന്മാരാണ് പറയുന്നത്, അവർ തോക്ക് പിടിച്ചിട്ടാണ് പറയുന്നത്. ഈ പാവപ്പെട്ടവൻ വെള്ളം എടുക്കാൻ വേണ്ടി പോവുകയാണ്. പക്ഷെ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ആ ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുന്നതാണ് കണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. കിതന ലോഗ് ഇതർ 150 का सब आदमी था हमारे साथ। 100 आदमी. हाँ, उनको बुझ गया कि ये अथी के पार्टी देगा, विकास की ओर वोट देगा, तो विकास की ओर नहीं जाने दिया, विनाश की ओर। ഇദ്ദേഹം പറയുന്നത് ഇത്തരത്തിലുള്ള കേവലം ഒരാളുടെ അനുഭവം മാത്രമല്ല ഈ ബൂത്തിൽ ഉണ്ടായിരിക്കുന്നത്. 50 മുതൽ 100 പേര് വരെയാണ്. അതായത് നമുക്കിപ്പോൾ കാണുമ്പോൾ അറിയാം ഈ കുടില് അല്ലെങ്കിൽ ഈ ഏരിയ ഒരു കൃത്യമായ ഒരു പാവപ്പെട്ടവരാണെങ്കിൽ പോലും കൃത്യമായ രാഷ്ട്രീയമുള്ള ആളുകൾ തന്നെയാണ്. ഇപ്പോൾ RJDയുടെ അവർ വീട്ടിൽ, അതായത് അവർ ജീവിക്കുന്നത് ഒരു കുടിലാണ്. ഇവിടെ ഈ കൃത്യമായ ഈ ഇതുകൊണ്ട് കച്ചിൽ ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ചിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷേ അവർക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ട്. അവർ RJDയുടെയാണ്. അവരുടെ ചിഹ്നം എന്ന് പറയുന്നത് തന്നെ ഈ റാന്തൽ ചിഹ്നമാണ്. ഈ ഗ്രാമത്തിൽ നിന്നും ഈ ഏരിയയിൽ നിന്നാണ് ഒരു 50 മുതൽ 100 പേര് വരെ ചെന്നിട്ട് അവർക്ക് വോട്ട് ചെയ്യാൻ കഴിയാതെ പോയി എന്നുള്ളൊരു കാര്യമാണ് രാകേഷ് പറയുന്നത്. അതായത് വോട്ട് ചെയ്യാൻ ഒരു വോട്ട് റദ്ദാക്കുക മാത്രമല്ല ചെയ്തിരിക്കുന്നത്. അതായത് സാധാരണ നമ്മൾ ഇന്നലെ കണ്ടെത്തി ദർഭംഗയിൽ പറഞ്ഞിരിക്കുന്നത് ഒരു 5 വോട്ട് വീതമെങ്കിലും ഒരു ബൂത്തിൽ നിന്ന് പോയിട്ടുണ്ട്. പലപ്പോഴും ഒരു ബൂത്ത് എന്ന് ഒരു നിയമസഭാ മണ്ഡലം എന്ന് പറയുമ്പോൾ ഒരു 260 മുതൽ 360 വരെ ബൂത്തുകളുണ്ട്. അതായത് ഒരു ബൂത്തിൽ നിന്നും ഒരു വോട്ട് ഔദ്യോഗികമായി റദ്ദാക്കിയാൽ പോലും അവിടുന്ന് 360 വോട്ട് കുറയുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അതായത് 12 വോട്ടിന്റെ ഭൂരിപക്ഷം, 400 വോട്ടിന്റെ ഭൂരിപക്ഷം, 100 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് പല BJP JDU സ്ഥാനാർത്ഥികളും വിജയിച്ചിരിക്കുന്നത്. അവിടെ കൃത്യമായി ഒരു ബൂത്തിൽ നിന്നും ഒരെണ്ണം കുറക്കുമ്പോൾ തന്നെ അവർക്ക് വിജയിക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് തുറന്നു കിട്ടുന്നത്. അതേസമയം യഥാർത്ഥത്തിൽ വോട്ടുള്ളവർക്ക് പോലും ബൂത്തിൽ ചെന്ന് കഴിഞ്ഞാൽ വോട്ട് ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥ കൂടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് തെരഞ്ഞെടുപ്പിന്റെ നിൽക്കുന്നു എന്ന് പറയുമ്പോഴാണ് തോക്ക് ചൂണ്ടിക്കൊണ്ട് മറ്റ് നിർദ്ദേശങ്ങൾ നൽകുക.